പ്രിയ സുഹൃത്തുക്കളെ, സലാം പാപ്പിനിശ്ശേരി, CEO യാബ് ലീഗൽ കൺസൾട്ടൻസി. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കോഴിക്കോട് മുക്കം സ്വദേശി തൊഴിലുടമയിൽ നിന്നും മർദ്ദനമേറ്റ് അവശനായി ഞങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട തൊഴിൽ ഉടമകളിൽ നിന്ന് ഏറ്റ ക്രൂര മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നാട്ടിൽ ഇദ്ദേഹം കോഴിക്കോട് മുക്കം സ്വദേശി ലുക്കുമാൻ. ഇപ്പൊ അടുത്ത കാലത്തായി നമ്മളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരുപാട് പേർക്ക് സൗജന്യമായ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിയമസഹായം നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലും അത്തരത്തില് പരിഹാരം കാണാൻ പറ്റും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നമ്മുടെ കഫ്റ്റീരിയകളിൽ 12 മണിക്കൂറുകളോളം ചിലപ്പോൾ പകലില്ലാതെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപാധകൾ വരുമ്പോൾ മുതലാളിയുടെ ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള പീഡനങ്ങളും അക്രമങ്ങളും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം പോലും അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം പോലും അല്ലെങ്കിൽ പെരുന്നാൾ ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ലീവ് കൊടുത്തില്ലെങ്കിൽ മറ്റൊരു ദിവസം പോലും ലീവ് കൊടുക്കാത്ത എത്രയോ കഫ്റ്റീരിയകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആ കഫ്റ്റീരിയയിൽ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? 2 മാസമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? എന്റെ കയ്യിൽ ഒരു സാധനം മാറിക്കൊടുത്തു. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് നിങ്ങൾ അടിച്ചു. അപ്പൊ അടിച്ച സമയത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തലക്ക് 4 സ്റ്റിച്ചിട്ടിരിക്കുകയാണ്. അതായത് ഒരു മുതലാളി ഒരു തൊഴിലാളിയെ അടിക്കുകയും അടിച്ചിട്ട് തലക്ക് 4 സ്റ്റിച്ചിടേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അവര് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി. പക്ഷെ ഹോസ്പിറ്റലിൽ നിങ്ങളോട് മൊഴി പറയാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തുനിന്ന് റൂമിൽ നിന്ന് പറ്റിയതാണെന്ന്. ശരിയാണോ? ഡോറിൽ കൊണ്ടിട്ടാണ് ഇത് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ തൊഴിലുടമകള് നിങ്ങളെ ഹോട്ടലിൽ നിന്ന് അടിക്കുകയും നിങ്ങളെ പിടിച്ച് തള്ളിയപ്പോ തള്ളിയല്ലേ, ഡോർ കൂട്ടി അടിച്ചു. അതായത് നിങ്ങളെ ഡോർ കൂട്ടി അടിച്ചപ്പോഴാണ് ഈ തലക്ക് പരിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു പരിക്ക് പരിഗണനയിൽ എടുത്തുകൊണ്ട് കമ്പനി മുതലാളിയുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്നതാണ്. നമുക്ക് ഒരു കാരണവശാലും കേസായിട്ട് മുന്നോട്ട് പോകണമെന്നില്ല. ഇവരുമായി മാന്യമായി സംസാരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്നോ ഉള്ള ആൾക്കാരുമായി മാന്യമായി സംസാരിച്ചുകൊണ്ട് ആ ഒരു മാന്യതയിൽ ഇവർക്കൊരു, അതായത് ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തലയൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നോക്കി അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒന്ന് ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മളൊരു തുക അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് തരൂല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസിൽ കേസ് കൊടുത്ത് വിളിപ്പിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ നാളെ എന്തായാലും പോലീസിലേക്ക് നമ്മളെ ഓഫീസിൽ നിന്ന്, ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ളവർക്ക് നിയമങ്ങളും കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ, അതാണ് മറ്റൊരു പോയിന്റ്, അറിയാതെ ഒരുപാട് പേര് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട. നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. ഈ ഒരു കാര്യത്തിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ PROമാരെ, അറബിക് PROമാരെ അല്ലെങ്കിൽ അവരൊക്കെ ഞങ്ങളെ വാഹനത്തിൽ തന്നെ പോലീസിലും ഹോസ്പിറ്റലിലും അല്ലെ, ഞങ്ങളെ വണ്ടിയല്ലേ ഹോസ്പിറ്റലിലും പോലീസിലും എല്ലായിടത്തും വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, എല്ലാ സ്ഥലത്തും വളരെ സൗജന്യമായിട്ട് തന്നെ ഞങ്ങളെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് തന്നെ വളരെ ഒരു അഭിമാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അജ്മാനിൽ ഒരു പോലീസിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇന്ത്യക്കാർ ആൾക്കാരൊക്കെ പലരും പങ്കെടുത്ത പരിപാടിയിൽ അജ്മാന്റെ പോലീസ് ഡയറക്ടർ പ്രത്യേകമായിട്ട് പറഞ്ഞു, മലയാളികളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, പ്രത്യേകമായിട്ട് പറഞ്ഞു. കാരണം അവരില് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നാടിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വളരെ ചുരുക്കം മാത്രമേ കേസുകളിലൊക്കെ പെടുന്നുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, ഞങ്ങൾ മലയാളികൾ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ വരാതെ നല്ല ഒത്തൊരുമയിൽ കൂടിയിട്ട് നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തിന് നല്ല രീതിയിലുള്ള ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്.